ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ചെറിയൊരു വ്ളോഗുമായിട്ടാണ് ഒരു വീഡിയോ ആണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന 2 ചട്നിയാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് ചട്നി എന്ന് പറയുന്നത് നമ്മൾ മറ്റേ പുളിയാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം പുളിയും 1/2 കപ്പ് വെള്ളത്തിൽ, ഇളം ചൂട് വെള്ളത്തിൽ നമ്മൾ ഇത് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇളം ചൂടുവെള്ളത്തിലാകുമ്പോൾ ആ കുരുവൊക്കെ ഇളകിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടിയിലേക്ക് അതിൻ്റെ നീരുണ്ടല്ലോ, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ കട്ടിയിലെ നീര് താഴേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മെൻഷൻ ചെയ്ത കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. ഉപ്പ്, ചുവന്ന മുളക്, ചില്ലി ഫ്ലേക്സ്, 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പഞ്ചസാര ഇടുക. ബ്രൗൺ ഷുഗർ ആകുമ്പം കുറച്ചും കൂടി നല്ല കളറും കുറച്ച് ടേസ്റ്റ് വ്യത്യാസവും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുക്കണേ. എന്നിട്ട് ഈ പാത്രം നമ്മൾ സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ട് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് തിളക്കാൻ വെക്കുക. അപ്പോൾ ഇത് തിളയുമ്പോൾ കുറച്ച് സമയം ആകുമ്പോഴേക്കും നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ്, പഞ്ചസാരയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് വേണമെങ്കിൽ അതൊക്കെ ഒരു 1/4 സ്പൂൺ അത്ര കൂട്ടിയിട്ടിടാം. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ടിടാണ്. ഇതിപ്പോൾ ഏകദേശം കട്ടിയായിട്ടുണ്ട്. ഒരു 5-8 മിനിറ്റോളം എടുക്കും ഇത് കട്ടിയാകാൻ വേണ്ടിയിട്ട്. അത് മാറ്റി വെക്കാം. ഇനി രണ്ടാമത്തെ പേസ്റ്റ് എന്ന് പറയുന്നത് ഒരു കപ്പ് പച്ചമുളകത്തിന് 1/2 കപ്പ് ഉരുളക്കിഴങ്ങും ആംചൂർ പൊടിയും പിന്നെ ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് പഞ്ചസാരയും എല്ലാം ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. 1/2 കപ്പ് വെള്ളം കൂടി, ജസ്റ്റ് ഒരു 1/2 കപ്പ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കുക, അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ലോണം തിള വരുമ്പോൾ ഇത് റെഡിയായിട്ട് കിട്ടും. നമ്മൾ പച്ചമുളകത്തിൻ്റെ കളറൊക്കെ മാറിയില്ലേ, അപ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങും ഇതൊക്കെ ഉടഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇത് ഒന്ന് തണയാൻ വെക്കാം. അത് നല്ലോണം തണിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. ഗ്രൈൻഡറിൽ ഇട്ട് കൊടുക്കുന്നത് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 ചപ്പാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. മിൻറ്റ് ലീവ്സും കൊറിയാണ്ടർ ലീവ്സും 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ല കട്ടി പേസ്റ്റായിട്ട് വരും. ഉരുളക്കിഴങ്ങ് എല്ലാം കൊണ്ട് നല്ല കട്ടിയായിട്ട് കിട്ടും. എന്നിട്ട് മാറ്റി അതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. കുറച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം ചൂടായി കിട്ടിയാൽ നമ്മൾ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക. നമുക്ക് ഈ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ നോമ്പിൻ്റെ ടൈം ആകുമ്പോഴേക്ക് കുപ്പിയിലാക്കി വെക്കുക. 1 മാസം വരെ ഇത് നിൽക്കും. അപ്പോൾ ഇത് നമ്മൾ നോർമലി ടൊമാറ്റോ കെച്ചപ്പും കാര്യങ്ങളൊക്കെ അല്ലേ യൂസ് ചെയ്ത് ഹോം മെയ്ഡായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് റെഡിയായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.